കയ്യിൽ നിന്ന് പടർന്ന് കാട് കത്താൻ തുടങ്ങി. കാട് കത്തിപ്പടരാൻ തുടങ്ങി. അപ്പോൾ ഒരു കാട്, ആ കാട്ടിൽ എല്ലാ പക്ഷികളും മൃഗങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. നല്ല അടിപൊളി ഒരു തടാകം. ആ തടാകത്തിന് ചുറ്റും അവർ ഒത്തുകൂടും, അവരുടെ എല്ലാ വിശേഷങ്ങളും പറയും. അങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അപ്പോൾ സിംഹമുണ്ട്, കടുവയുണ്ട്, ആനയുണ്ട്, വളരെ ആ ഒരു കാട്ടിലെ സമൂഹത്തിലെ എല്ലാ പ്രമുഖരുണ്ട്. അപ്പോൾ ഒരു ദിവസം കാട്ടിൽ തീ പടർന്നു. ഏതോ വേട്ടക്ക് വന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പടർന്ന് കാട് കത്താൻ തുടങ്ങി. കാട് കത്തിപ്പടരാൻ തുടങ്ങി. അപ്പോൾ സിംഹവും കടുവയും ആനയും എല്ലാവരും കാട് വിടുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞിക്കിളി തടാകത്തിൽ പോയി മുങ്ങും. നേരെ ഈ കത്തിപ്പടരുന്ന തീനാളങ്ങൾക്ക് മുകളിൽ കൊടുന്നിട്ട് വെള്ളം കുടയും. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് ഈ കിളി ഇതിങ്ങനെ ചെയ്യാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തത്ത ചോദിച്ചു, കുഞ്ഞെ നീ എന്താണ് ചെയ്യുന്നത്? നിന്റെ ചിറകിൽ ഈ തീക്കണലുകൾ വീണ് നീ ചത്തൊടുങ്ങും. അപ്പോൾ ഈ കിളി ഇതൊന്നും മൈൻഡ് ചെയ്യണില്ല. ഇത് പറയേണ്ട സമയമല്ല, ഇത് പണിയെടുക്കേണ്ട സമയമാണ് എന്ന് മാത്രം അവൾ പറഞ്ഞു. അപ്പോൾ മയില് പറഞ്ഞു, നീ പണിയെടുക്കുമ്പോൾ നീ ഇല്ലാതെയാകും. അപ്പോൾ പറഞ്ഞു, ഇന്നലെ വരെ നമുക്ക് തണലായ കാടാണിത്. ഇതിനെന്തെങ്കിലും ഒരു അത്യാപത്ത് വരുമ്പോൾ ഇങ്ങനെയല്ല നമ്മളൊന്നും ചെയ്യേണ്ടത്. എനിക്കും നിങ്ങൾക്കും പറന്ന് രക്ഷപ്പെടാം. എന്നാൽ അരിച്ചരിച്ചു മാത്രം കാട് വിടേണ്ട കുറേ കുഞ്ഞു ജീവികൾ ഇവിടെ ഉണ്ട്. അവരെ തീയിന് വിട്ടെടുത്തിട്ട് നമ്മൾ മാത്രം തിരിച്ചു പോകുന്നതിൽ അർത്ഥമില്ല. ഇത് ആന കേട്ടു. ആനകളോട് ചെറിയൊരു മെസ്സേജ് കൊടുത്തു. കഥയാകുമ്പോൾ കഥയുടേതായ ഇതുണ്ടാവും, അത് ഉൾക്കൊള്ളാതെ കേൾക്കാൻ പാടില്ല. ആന മെസ്സേജ് കൊടുത്തു, എന്താ പോയി പറയണമെന്ന് ചോദിക്കാൻ പാടില്ല. അപ്പോൾ ആനകൾ വന്നിട്ട് തടാകത്തു നിന്ന് തുമ്പിയിൽ വെള്ളം അങ്ങോട്ട് എടുത്തു. പെട്ടെന്ന് കാട്ടിലെ തീ അണഞ്ഞു. അപ്പോൾ എല്ലാവരുടെ ഒത്തുകൂടി, യോഗം കൂടി. കടുവ പറഞ്ഞു, ഞാൻ ഈ കാടിൻ്റെ സെക്യൂരിറ്റി ഓഫീസറായിരുന്നു, പുലിയും ഞാനൊക്കെ. ഞങ്ങളിനി അതല്ല. അത് ശരിക്ക് ആരാണ്? കുഞ്ഞിക്കിളിയാണ്. സിംഹം പറഞ്ഞു, ഞാൻ ഈ കാട്ടിലെ രാജാവായിരുന്നു. ഞാനല്ല രാജാവ്, ഞാൻ രാജാവായി കുഞ്ഞിക്കിളിയെ നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തർ അവരവരുടെ സ്ഥാനം എടുത്ത് പറഞ്ഞിട്ട്, അപ്പോൾ കുഞ്ഞിക്കിളി പറഞ്ഞു, ഞാൻ ഈ കാട്ടിലെ കുഞ്ഞിക്കിളിയായിരുന്നു, ഇനിയും ഈ കാട്ടിലെ കുഞ്ഞിക്കിളി ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ ഒന്നുമില്ല, ഈ കഥ ഒരു കുഞ്ഞു കഥയാണ്. ഞാനതിനെ വേറൊരു കോലത്തിൽ ഡെവലപ്പ് ചെയ്താണ്. അപ്പോൾ ഞാൻ പറയണത്, ഓരോരുത്തരും അവരുടെ റോൾ എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊക്കെ ഇപ്പോൾ ചെയ്തിട്ട് എവിടെ എത്താനാണെന്നാണ് ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണെങ്കിലും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണെങ്കിലൊക്കെ പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുക. അതിന് പകരം യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്, ഓരോരുത്തരും അവരുടെ ഒരു റോള് തിരിച്ചറിഞ്ഞുകൊണ്ട് എത്ര ചെറുത് ഞാൻ ചെയ്താലും കുഞ്ഞിക്കിളി ആ ചിറകിൽ എത്ര വെള്ളം കൊള്ളുക എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആനക്ക് അവർ പ്രചോദനമായി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആനക്കത് വഴി കാണിച്ചു, ഐഡിയ നിർദ്ദേശിച്ചു, നമുക്കൊരു രക്ഷാവഴിയുണ്ട് എന്നുള്ളത് നിർദ്ദേശിച്ചു എന്നുള്ളതാണ് അവിടെ കുഞ്ഞിക്കിളി എടുത്ത ഒരു സ്റ്റെപ്പ്. അങ്ങനെ നമ്മൾ ആദരിക്കപ്പെടുമ്പോൾ അതിൽ ആർമാദിച്ച് നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് എന്നുകൂടി അതിലുണ്ട്. പ്രശംസാവാചകങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് പണിയെടുക്കരുത് എന്നുകൂടി തീർച്ചയായും അതിലുണ്ട്.